സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി ടെൻഡർ ക്ഷണിച്ചു. 2025 ജനുവരി അവസാനത്തോടെ ടെൻഡർ തുറക്കും. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി ടെൻഡർ ക്ഷണിച്ചു. 2025 ജനുവരി അവസാനത്തോടെ ടെൻഡർ തുറക്കും. റെയിൽവേയുടെ ഭാഗമായി വരുന്ന പ്രദേശവും ടെൻഡർ ചെയ്യുന്നത് നിർമ്മാണ ചുമതലയുള്ള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയാണ്. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കല്ലുമല റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് 2021 38.22 കോടി രൂപയാണ് അനുവദിച്ചത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയും സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം മേൽപ്പാല നിർമ്മാണത്തിന് 10 കോടി രൂപ കൂടുതലായി വേണ്ടിവന്നു. MS അരുൺകുമാർ MLA കിഫ്ബി അധികൃതരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ നവംബർ 23 കിഫ്ബി അധിക തുക ഉൾപ്പെടെ 48.33 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടു. KCBയുടെയും കേരള വാട്ടർ അതോറിറ്റിയുടെയും ഉൾപ്പെടെയുള്ള ലൈനുകൾ മാറ്റുന്നതിനുള്ള തുക അനുവദിച്ച് നൽകുകയും പ്രവൃത്തികൾ നടപ്പാക്കുകയും ചെയ്തു. 39 ഭൂവുടമകൾക്ക് 10.69 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകി. 62.76 സ്ഥലമാണ് ഏറ്റെടുത്തത്. ഏറ്റെടുത്ത ഭൂമിയിൽ 36 പുരയിടങ്ങളും അവയിൽ 12 കെട്ടിടങ്ങളും 7 മതിലുകളുമാണ് ഉണ്ടായിരുന്നത്. നഗരപരിധിയിലായതിനാൽ കൂടിയ വിപണി വില നൽകിയാണ് സ്ഥലവും കെട്ടിടങ്ങളും ഏറ്റെടുത്തത്. ഇതിനായി ആദ്യം കണക്കാക്കിയതിലുമേറെ തുക ആവശ്യമായി വന്നു. പദ്ധതി പ്രദേശത്തെ കെട്ടിടങ്ങളും മതിലുകളും മരങ്ങളും ഉൾപ്പെടെ നീക്കം ചെയ്യുകയുമുണ്ടായി. ചെറിയനാട് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഇടയിൽ മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഗേറ്റിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. വേളൂർകുളം മുതൽ ബിഷപ്പ് മൂർ കോളേജ് ഹോസ്റ്റലിന് കിഴക്കുവശം വരെ 500 മീറ്റർ നീളത്തിലും 10.2 മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം. 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഉണ്ടാകും. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി അടിയന്തരമായി നിർമ്മാണം തുടങ്ങാൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഓഫ് കേരളയ്ക്ക് നിർദ്ദേശം നൽകിയതായി MS അരുൺകുമാർ MLA അറിയിച്ചു. CD നെറ്റ് ന്യൂസ് മാവേലിക്കര.